ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വല്ലാതെ ചുവന്ന ഒരു തമ്പനിയിലൊക്കെയാണ് ഉള്ളത്. സ്റ്റോപ്പ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് മനുഷ്യൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. താഴെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ് ഇതിൽ വച്ചേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടില്ല, ഇന്ന് കാലത്തെ നമുക്ക് അടിപൊളി ഒരു ഗുഡ് ന്യൂസ് വന്നു. കാലത്തെ 10:30 മണിക്ക് നമ്മുടെ മാനുഫാക്ചറിങ് PMI വന്നത് 59.1 നിന്ന് 59.8 മാറി. സർവീസസ് PMI നിങ്ങൾ വാച്ച് ചെയ്യണം. സർവീസസ് PMI 60.5 നിന്ന് 65.6 മാറി. അത് കൂടാതെ നിങ്ങൾ നോക്ക്, മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് PMI മന്ത് ഓൺ മന്ത് ടുഗദർ വന്ന് ക്ലബ് ചെയ്ത് 61.1 ആയ സ്ഥലത്ത് 65.2 വന്നു. ഇത്രയും നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ടായിട്ട് കൂടി നമ്മുടെ മാർക്കറ്റ് ആ കാലത്തൊരു കയറ്റം കാണിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് മൂവില്ല. അതിന് കാരണം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരിക്കും. നിങ്ങളൊക്കെ വായിച്ചു കാണാം. നമ്മുടെ സെബിയുടെ ഒരു കൺസൾട്ടേഷൻ പേപ്പർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് CNBC കൃത്യമായിട്ട് ആ ന്യൂസ് ഇട്ടു. എന്തിനാണ്? അതായത് പറഞ്ഞിട്ട് സെബി ചെയർമാൻ പോയിന്റ്സ് ദാറ്റ് ഡൂയിങ് അവേ വിത്ത് വീക്ക്ലി ഡെറിവേറ്റീവ്സ് സെബി ടു ഇഷ്യൂ ഫൈനൽ കോൺസലേഷൻ പേപ്പർ ഓൺ ചേഞ്ചസ് ഇൻ എക്സ്പീരിയൻസ്. അതായത് ഇത് മന്ത്ലിയിലേക്ക് മാറ്റാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു കാര്യം പെട്ടെന്ന് വന്നു. ആ സ്റ്റഡേന്ന് നമ്മുടെ മാർക്കറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങി പടപടാന്ന് താഴേക്ക്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് സംശയം, ഇത് സെബി ചെയർമാനും എല്ലാവരും കൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് ഈ ജെയിൻ സ്ട്രീറ്റുകാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മച്ചാ കമ്പനി അടിച്ച് ജീവിക്കുന്നതാണെന്ന് സംശയമുണ്ട്. കാരണം ഈ ന്യൂസ് ഈ പേപ്പർ ഈ കൃത്യം പറഞ്ഞാൽ ഒരു 11-12 മണിയായപ്പോഴാണ് ആ ഒരു ന്യൂസ് ഒന്ന് ഒറ്റയടിക്ക് താഴേക്ക് ഇറക്കി മാർക്കറ്റിനെ. അതുവരെ ആ മാർക്കറ്റ് ഇറങ്ങേണ്ട മാർക്കറ്റ് അല്ലാതെ പ്യൂർലി എക്സ്പയർ പ്ലാൻ. ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞായിരുന്നു, 25,100 കോളിൽ സ്ട്രോങ് റൈറ്റിംഗ് ഉണ്ട്, 25,000 പുട്ടിലും സ്ട്രോങ് റൈറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് എക്സ്പയർ നിങ്ങൾ എവിടെ കണ്ടു? നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി വന്നേക്കുന്നത് നിഫ്റ്റി 25,075 ഭാഗത്ത്, കൃത്യമായി പറഞ്ഞാൽ 25,000 ഒരു നടുക്ക് വന്ന് ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 55,720, അതായത് 0.05% അപ്പിൽ ബാങ്ക് നിഫ്റ്റിയും 0.1% അപ്പിൽ നിഫ്റ്റിയും 0.62 മൈനസിൽ മിഡ് ക്യാപ്പും വന്നു. മിഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, ഒരു മിഡ് ക്യാപ്പ് ഈ ഒരു POസിന്റെ ഭാഗത്തേക്ക് വേറൊരു റെഫറൻസിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യു ട്രൈ വിത്ത് കോൾ നോട്ട് പുട്ട് എന്നാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്. സോ അതേ ഒരു സ്റ്റാഡി മിഡ് ക്യാപ്പ് ഒരു ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലൊക്കെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു, പക്ഷെ അത് നിന്നില്ല. പക്ഷെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നമ്മുടെ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ ഓപ്പൺ ആയി. അവിടെ നിന്ന് വന്ന് ഫസ്റ്റ് നമുക്കൊരു എൻട്രി വന്ന് ആ എൻട്രി നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ആക്കുന്നത്. പക്ഷെ അത് ആദ്യത്തെ 15 മിനിറ്റിലായതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഒരു ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയ ദിവസം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ വൃത്തികെട്ട ഒരു ഓപ്ഷൻ പ്ലേ ആയിരുന്നു മാർക്കറ്റിൽ. ഓപ്ഷൻസിന്റെ പ്രൈസ് ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു. ഈവൻ നമ്മൾ നെക്സ്റ്റ് വീക്കിന്റെ ഓപ്ഷൻസ് പോലും ഡ്രാസ്റ്റിക് ആയിട്ട് പ്രീമിയം ഈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, നമ്മുടെ വിക്സ് വളരെയധികം കുറഞ്ഞു. വിക്സ് ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ വിക്സ് അടിച്ചിറങ്ങി താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. വിക്സ് ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ വിക്സ് ഇപ്പം 11 ആയി. ഇന്നലെ 12, മെനങ്ങാനൊക്കെ 12 കിടന്ന വിക്സ് ആയിരുന്നു. ഇപ്പം താഴേക്ക് ഇറങ്ങി വിക്സ് ഇപ്പോൾ ഏകദേശം നിൽക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 11.3. ഇന്ന് വിക്സ് 3.5% അടിച്ചു. പ്യുവർലി പത്തറ്റിക്കാര് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. സത്യം പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ് നിർത്തണം. എനിക്ക് പ്രാന്ത് എടുക്കുകയാണ്. ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയിട്ട്, നല്ല രീതിയിലുള്ള ട്രേഡ് കിട്ടിയിട്ട് ഒരു ട്രേഡ് എടുത്ത് ആ ഒരു ട്രേഡ് ഡ്രൈവ് ചെയ്ത് പോയിട്ട് എത്രയോ മാസങ്ങളായി. സത്യം പറഞ്ഞാൽ ഒരു ട്രേഡിങ് നിർത്തിയിട്ട് ചുമ്മാ വേറെ വല്ല പണിക്കും പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആണ് ഈ മാർക്കറ്റ് ഇങ്ങനെ ഇറിറ്റേഷൻ വരാറില്ല, എനിക്ക് വരാറില്ല. കാരണം ഞാൻ ട്രേഡ് ചെയ്യും, ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യും. പക്ഷേ ഒരു നമ്മളെ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് കുറേ ദിവസമായ ആൾക്കാർ പറയുന്ന പോലെ ഇതിവിടെ വെച്ചാൽ മനസ്സറിഞ്ഞാകാം. അതിൽ മനസ്സറിഞ്ഞൊരു ട്രേഡ് എടുത്ത് ആ ട്രേഡ് ട്രിഗർ ആയിട്ട് നമുക്കൊരു പോയിന്റ് ഔട്ട് ടാർഗറ്റ് കിട്ടിയിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസത്തിൽ കുറച്ച് മാസങ്ങൾ തന്നെയായി. കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ഇതുവരെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് തീരാറായി. 4 മാസമായി. ഒരു വൃത്തികെട്ട മാർക്കറ്റ്. അല്ലാതെ ഒരു മൂവ്മെന്റ് ഒരു നിഫ്റ്റി തന്നില്ല. നിഫ്റ്റി ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ഫെയിൽഡ് ഓപ്ഷൻ 26,736 വന്ന ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റ് ചെയ്തു. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം സ്പോട്ട് 25,255 വരെയാണ് ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് പോലും നിഫ്റ്റി തരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അത് എപ്പം തരൂ. അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ലോവർ വോളിയം സ്ട്രക്ചറിലാണ് മാർക്കറ്റ് പോകുന്നത്. വെറും പത്തറ്റിക് ആയിട്ടുള്ള
ലോവർ വോളിയം സ്ട്രക്ചറിലാണ് നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് പറയത്തക്ക വലിയ ന്യൂസൊന്നും അമേരിക്കയില്ല. നോർമലായി വരുന്ന ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, പിന്നെ RBIയുടെ MPC മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് റിലീസാകും. അതിൽ ബാങ്ക്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയും. അത് എങ്ങനെയാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്ക മാർക്കറ്റിൽ എംപ്ലോയ്മെൻറ്റ് ഓർഡേഴ്സ്, പിന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, അങ്ങനെ കാര്യങ്ങൾ, പിന്നെ അമേരിക്ക മാർക്കറ്റിൻ്റെ മാനുഫാക്ചറിങ് PMI ഡേറ്റാസും എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൻ്റെ ഡേറ്റാസൊക്കെ നോക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക മാർക്കറ്റ് എങ്ങനെ പോകും എന്നൊക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് ഒരു മൂവ്മെന്റ് തരുന്ന മാർക്കറ്റ് കുറവാണ്. വല്ല പൈസയും നിങ്ങൾ പ്രോഫിറ്റ്, ചെറിയ ചെറിയ പ്രോഫിറ്റ് കിട്ടുക, ആ പ്രോഫിറ്റ് എടുക്കുക, മര്യാദയ്ക്ക് പോകുക. അല്ലാതെ വലിയൊരു ട്രെൻഡബിൾ ട്രേഡ്സ് അല്ലെങ്കിൽ പ്രതീക്ഷ നിങ്ങളെ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ കിട്ടുന്ന പൈസ എത്രയാണോ ആ പൈസ കൊണ്ട് കിട്ടുന്ന പൈസയെ നമ്മൾ രാമരാമ അല്ലെങ്കിൽ ദൈവമേ ഈ പൈസ നമ്മുടെ പൈസയാണ്, ഇനി കൊടുക്കാൻ, തിരിച്ചു മാർക്കറ്റിലേക്ക് എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിഫ്റ്റി നമുക്ക് നോക്കാം. സോ ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ സമയത്ത് മിഡ് ക്യാപ്പ് നിഫ്റ്റി ഫസ്റ്റ് വന്നാൽ, മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അല്ല, ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. മുകളിലോട്ട് പോയ മിഡ് ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അവൻ കൃത്യമായിട്ട് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്ത് ചെയ്തു, ഒരു അപ്സൈഡിലേക്ക് മിഡ് ക്യാപ്പിൻ്റെ മുകളിലേക്ക് ടിക്കൊക്കെ വന്നു 12 ഒക്കെ അറിയാൻ പറ്റും. മിഡ് ക്യാപ്പ് എന്തെന്ന് വെച്ചാൽ അപ്സൈഡിലൊരു ടിക്കൊക്കെ തന്ന് മുകളിലോട്ട് പോയി ലോവർ സൈഡ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നൊരു നോർമൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടേത്. ഓപ്പണിംഗ് ടൈപ്പ് ഒന്ന് OA/OR ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി വന്നത്. താഴേക്ക് ഇറങ്ങിയ ഗ്യാപ്പൊക്കെ A പീരീഡ് തന്നെ ഫില്ല് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണെന്ന്. POC വന്നിരിക്കുന്നത് 12,941 ഭാഗത്താണ്. POC എത്രയാണ്, 12,941 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ POC. ഇപ്പം ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യാൻ. 12,941 ആണ് മിഡ് ക്യാപ്പിന്റെ POC. സോ ആ POC ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാനൊരു ബെയറിഷ് റെഫറൻസ് ഞാൻ മാറ്റുന്നില്ല. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം വ്യക്തമായി പറഞ്ഞാൽ 12,900 താഴെ മിഡ് ക്യാപ്പ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഞാൻ ബെയറിഷ് ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം 12,842 ഇത്തവണ സമയത്ത് ആ ഒരു 12,842 ആ ഒരു ലെവൽ ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം വേറെ ഒന്നുമില്ല, മാർക്കറ്റ് ഈ രണ്ട് ലെവലും ഒന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് 12,864 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 12,864 ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഏരിയ 12,800 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് 12,800 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ അടുത്ത വരുന്നത് 12,740 എത്രയാണ്, 12,740 എന്ന് പറയുന്ന ടാർഗറ്റ്. ഇപ്പം താഴേക്കുള്ള ടാർഗറ്റ് ബെയറിഷ് റെഫറൻസിന് മാറ്റമില്ല. 12,900 താഴെ ബാങ്കിന് മിഡ് ക്യാപ്പ് നിഫ്റ്റി ബെയറിഷ് ആണ്. 12,864, 12,800, 12,740 12,740 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് അപ്സൈഡ് എന്ന് പറയുമ്പം അപ്സൈഡ് ഞാനൊന്ന് മാറ്റി, പകരം ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ 13,000 ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ ഒരു 13,050 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ്, 13,050 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഇന്നത്തെ ഹൈക്ക് മുകളിൽ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ലെവൽസ് മാറ്റമൊന്നുമില്ല. 13,100, 13,158, 13,206 എന്ന് പറഞ്ഞ ഈ ലെവലായിരിക്കും നാളത്തേക്ക് നിങ്ങളെ മാർക്കറ്റിൽ ഉപയോഗിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി താഴേയിൽ നിന്ന് വന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് താഴേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ആകെ തന്നെങ്കിൽ കൂടി ഈ ഒരു ഓപ്ഷൻ ഒരു നിറവില്ല, ഒരു മനസ്സറിഞ്ഞ് മൂവ് ചെയ്ത ഒരു ഓപ്ഷൻ അല്ല സത്യം പറഞ്ഞ മാർക്കറ്റ്. നിഫ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു, പക്ക നിഫ്റ്റി ഒരു നോർമൽ ഡേ മാർക്കറ്റ് ആയിരുന്നു. ഈ രണ്ട് റെഫറൻസൊക്കെ ആശാൻ ബ്രേക്ക് ചെയ്ത് നിന്ന് കൃത്യമായ ഒരു നോർമൽ ഡേ റെഫറൻസ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. നിഫ്റ്റിയിൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലെവൽ 25,040 താഴെ അല്ലെങ്കിൽ ഇന്നത്തെ POC വന്നിരിക്കുന്നത് 25,118 ഭാഗത്താണ് POC കേട്ടോ. 25,118 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി 25,150 മുകളിലെ ഞാനിനി ബൈ എടുക്കുന്നുള്ളൂ. അപ്പോൾ എത്രയാണ് എൻ്റെ ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി 25,150 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി താഴേക്കുള്ള സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് 25,41 അതായത് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 25,041 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയിൽ സെല്ലിംഗ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,992 എത്രയാണ്, 24,992 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്.
സെക്കൻഡ് ടാർഗറ്റ് 24,942 നമ്മുടെ റേഞ്ചിന്റെ POC 24,942 എന്ന് പറഞ്ഞ ഭാഗം. ഇതാണ് നമ്മുടെ ഈ റേഞ്ചിന്റെ POC. തേർഡ് 24,890 അഥവാ 24,880 24,880 എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് വരാം. 25,041 താഴെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് 24,992 24,942 24,880 ഭാഗത്തേക്ക് വരാം. ഇനി അപ്സൈഡ് എന്ന് പറയുമ്പോൾ 25,150ക്ക് മുകളിൽ മാത്രമേ അപ്സൈഡ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകാം? പഴയ ലെവലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 25,180 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 25,190യുടെ ഭാഗത്തേക്ക് പോകും. ആദ്യത്തെ ടാർഗറ്റ് 25,190 25,190യുടെ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 25,245 25,245 25,245 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,300ന്റെ ഭാഗത്തേക്ക് എത്രയാണ് 25,300ന്റെ ഭാഗത്തേക്കും സ്പോട്ട് വരെയുള്ള ചാൻസ് വളരെയധികം കൂടും. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള അപ്പർ ലെവൽ. എത്രയാണ് 25,150ന് മുകളിൽ ബൈ 25,120 25,245 25,300 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം വളരെ വോളിയം കുറവാണ് മാർക്കറ്റിൽ. ഇപ്പം കിട്ടുന്ന പൈസ എടുക്കുക, ലോവർ വോളിയത്തിൽ സ്ട്രൈ ചെയ്യുക, ലോവർ ലോട്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക, നിങ്ങൾക്ക് പൈസ കുറച്ചെങ്കിലും കയ്യിൽ വെച്ചായിരിക്കും. ഇല്ലെങ്കിൽ ആടപടലം നിങ്ങൾ പൈസ ലോസ് ആയി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ച് പൈസ ട്രേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ചും ഇല്ല. ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറഞ്ഞാൽ ഒരു റേഞ്ച് അവ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. ഞാൻ ഈ പ്രൊഫൈലുകളിലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ഈ പ്രൊഫൈലുകളെല്ലാം ഞാൻ ഇങ്ങനെ മെർജ് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു റേഞ്ച് പ്രൊഫൈൽ വന്നു. അതായത് ഒരു റേഞ്ച് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് മാർക്കറ്റ് അത് പൊട്ടിയാണ് മാർക്കറ്റ് കഴിഞ്ഞ തിങ്കളാഴ്ച കയറിയത് അറിയാലോ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു ഒരു റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ഞാൻ പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഈ 4 ദിവസം നോക്കിയ ഒരു റേഞ്ച് ഇങ്ങനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രൊഫൈലുകളെല്ലാം മെർജ് ചെയ്യുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഇല്ല. മാർക്കറ്റ് പറയുകയാണെങ്കിൽ വ്യക്തമായി പറയുന്നത് 55,660നും 55,900 ഇടയ്ക്കുള്ള ഈ റേഞ്ച് തന്നെ കിടന്ന് കളിക്കുകയാണ്. ഈ റേഞ്ചിന്റെ POC 55,786. അപ്പൊ ഞാൻ POC ഞാൻ മാറ്റുകയാണ്. റേഞ്ച് POC വരയ്ക്കാൻ വേണേ 55,786 എന്നെ സംബന്ധിച്ചുള്ള റേഞ്ച് POC അത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ബൈയിങ് എന്ന് പറയുമ്പോൾ 55,900 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നത്. 55,900 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 55,660 55,650 താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് എടുക്കാം. ക്ലിയർ ആയല്ലോ. 55,900 മുകളിൽ നിങ്ങൾക്ക് ബൈയിങ് എടുക്കാം. 55,900 മുകളിൽ ബൈയിങ് എടുക്കാം. 55,650 മുകളിൽ താഴെ സെല്ലിംഗ് എടുക്കാം. ഇനി അപ്പർ സൈഡിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതിന് മുകളിൽ 55,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് താഴെ 56,072. എത്രയാണ് 56,072ന്റെ ഭാഗത്തേക്ക് പോകും. 56,072ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോവാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്തത് 56,214. ഇപ്പൊ എത്രയാണ് 56,214ന്റെ ഭാഗത്ത് 56,214ന്റെ ഭാഗത്തേക്ക് പോകാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,336. എത്രയാണ് ആ തേർഡ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 56,336 56,336ന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി. ചുരുക്കി പറയുന്നതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡ് ലെവല്. ഇനി 650 പൊട്ടിയ താഴേക്ക് എങ്ങോട്ട് നമ്മൾ നോക്കണ്ടേ? ആ ഒരു ലെവൽ സ്ട്രൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ടാർഗറ്റ് 55,429. എത്രയാണ് നമ്മൾ ആ പഴയ കഴിഞ്ഞ ആഴ്ചത്തെ റേഞ്ച് 55,429ന്റെ ഭാഗത്തേക്ക് വരാം ഫസ്റ്റ്. സെക്കൻഡ് ടാർഗറ്റ് 55,302 55,302 55,302ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,110 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ വരെയല്ലോ 55,110ന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,650 പൊട്ടുകയാണെങ്കിൽ 55,429 55,302 55,110 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ സെബിയുടെ ഒരു പേപ്പർ ഒന്ന് മാർക്കറ്റിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സെബി ലാസ്റ്റ് 3.25 ആയപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതൊരു ടോക്ക് മാത്രമാണ്, വി ആർ നോട്ട് ഫൈനലിസ്റ്റ് എന്ന്. ഇതിപ്പം സെബി CNBCക്കും ബാക്കിയുള്ള ന്യൂസിനും കൊടുത്തിട്ട് ഈ ഒരു ന്യൂസ് മാർക്കറ്റിലേക്ക് വരുത്തുന്നു, ആൾക്കാരെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കുന്നു, മാർക്കറ്റിലെ ഹെവി വോളിയം ക്രിയ അല്ലെങ്കിൽ വോളിയം ഡൗൺ ആക്കിയിട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ ജെയിൻ സീറ്റ് പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മാമാപ്പണി ചെയ്യുന്ന ഒരു മീഡിയമായിട്ട് സെബി മാറിയെന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. ആ വാക്ക് പ്രയോഗിച്ചെങ്കിൽ ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് വൃത്തികെട്ടൊരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ എൻ്റെ ഇത്രയും വർഷം എക്സ്പീരിയൻസിലേക്ക് ഇത്ര ഒരു വൃത്തികെട്ട മാർക്കറ്റ് തന്നില്ല. ഒരു ട്രേഡബിൾ
ആക്ഷൻസ് കിട്ടിയാലും അത് ഫെയിലിയർ ആയി കൊണ്ടുപോകുന്നു, പിന്നെ വീണ്ടും കയറുന്നു, പിന്നെ ഫെയിലിയർ ആകുന്നു. ആ ഒരു വൃത്തികെട്ട രീതിയിൽ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. ദേവി നിങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്മൂത്ത് മാർക്കറ്റ് വരുന്നുണ്ട്. അതിനു മുമ്പേ ഇതേ കുറെ ആൾക്കാരെ കരിയിച്ച് കളയാനുള്ള ശ്രമമാണ് മാർക്കറ്റിൽ നടക്കുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.